ഗസാലി ഇമാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു വിരുന്നുകാരനെയും കൊണ്ട് ഭാര്യയെ ഏൽപ്പിച്ചു. നിസ്കരിക്കാനോ മറ്റോ എന്തോ ആവശ്യത്തിന് പോയി. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ വിരുന്നുകാരനോട് ഭാര്യ പറഞ്ഞു, സമയമായി, നിസ്കരിക്കണ്ടേ? നിസ്കാരമൊന്നുമില്ല. ഏതായാലും ഭക്ഷണം പാചകം ചെയ്തു. നിസ്കരിക്കാത്ത വിരുന്നുകാരനെ എങ്ങനെ സൽക്കരിക്കും? അങ്ങനെ ഏതു പാത്രത്തിൽ ഭക്ഷണം കൊടുക്കണമെന്ന് കൺഫ്യൂഷനായി. അവസാനം തൊട്ടടുത്ത പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രം കൊണ്ടുവന്ന് അതിൽ ഭക്ഷണം കൊടുത്തു. കാരണം നിസ്കരിക്കുന്നവർ കൈയിട്ട് കിളമ്പിയ ഒരു പാത്രം അത് പറ്റൂല ഇവരെ. ഗസാലിമാമ് വന്നു കഥയൊക്കെ പറഞ്ഞു. ഭാര്യ നല്ല ആളെ കൊടുന്നാക്കിയത്, അയാൾക്ക് നിൽക്കാറൊന്നുമില്ല. ഉടനെ ചോദിച്ചു, ഏത് പാത്രത്തിലാണ് ഭക്ഷണം കൊടുത്തത്? അപ്പൊ ഭാര്യ പറഞ്ഞു, എനിക്ക് പയച്ചിട്ടില്ല, ഞാൻ തൊട്ടടുത്ത പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിലാണ് ഭക്ഷണം കൊടുത്തതെന്ന്. ഗസാലിമാം എന്ത് ചെയ്തു അറിയോ? ആ പാത്രം എടുത്ത് ചവിട്ടിപ്പൊളിച്ച് ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇതിൽ ഒരു പട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന്. പട്ടി കഴിച്ച പാത്രം നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ചേരും, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കഴിച്ച പാത്രം പട്ടിക്ക് ചേരൂല. അത്രയും നീചനും നികൃഷ്ടനും ഈ ദീനിൽ നയാ കാശിന് വിലയില്ലാത്തവനും ഒരു ചെറിയ തരി പോലും സ്ഥാനമില്ലാത്ത ചെറ്റയാണ് നിസ്കരിക്കാത്ത വ്യക്തി. അത് പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കല്യാണങ്ങള്, സൽക്കാരങ്ങള്, അത് ഇത് അവിടൊക്കെ നിസ്കാരം കഥയാകാം. ഇനി നിസ്കരിക്കാൻ സമയമായോ എന്ന് ശ്രദ്ധിക്കാതിരിക്കുക. നിസ്കരിക്കാൻ പറ്റാത്ത സമയമായിട്ട് പിന്നെ നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തിയോ എന്ന വിഷയം തീരെ ശ്രദ്ധിക്കാതെ ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ ആ പോക്കങ്ങനെ പോവാ. ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ 10, 40, 60 ദിവസം വഹിക്കില്ല. ഇങ്ങനെയുള്ള ഒരു സംഗതികളൊക്കെ നമ്മളൊന്ന് മാറ്റി നേരത്തിന് എങ്ങനെങ്കിലും നിസ്കരിക്കാൻ പറ്റിയെങ്കിൽ എന്ന ഒരു ചിന്തയിൽ നിസ്കാരം, മക്കളെ, യുവാക്കളെ, നിങ്ങളൊക്കെ 5 വക്ത് നിസ്കാരം സമയം തെറ്റാതെ നിസ്കരിക്കും.